ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമർകുട്ടി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ള അഥവാ 2024 ജനുവരി സെഷനിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി, PG അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് PhD അതുപോലെ തന്നെ B.Ed കോഴ്സുകൾക്കും കൂടി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത്, നമുക്ക് പലരും ചോദിക്കാറുണ്ട്, പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒന്നാമത് നമുക്ക് ചെയ്യേണ്ടത് ഇഗ്നോ സമാനത്തിലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾ ഇമെയിൽ ID നിർബന്ധമായിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ പുസ്തകവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെ ഡയറക്റ്റ് പുസ്തകം അയച്ചു തരും. പുസ്തകം അയക്കാൻ കുറച്ച് കാലതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പഴയ കോഴ്സ് 2023 ജൂലൈയിലുള്ളവർക്ക് തന്നെ, ജൂലൈ സെഷനിൽ ചെയ്തവർക്ക് തന്നെ പുസ്തകം കിട്ടാത്തൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിന്റഡ് മെറ്റീരിയൽ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ഫീ, പുസ്തകത്തിൻ്റെ പൈസ നിങ്ങൾക്ക് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫീ അടക്കാൻ പറ്റും. ഈ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പലയാളും അറിയാതെ ഓൺലൈനിൽ കൊടുക്കും. നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ പുസ്തകമായിട്ട് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് വിട്ടുപോകാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക, പേര് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ്, യൂസർ നെയിം ഒക്കെ നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പോയിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ സ്കാൻ ചെയ്ത, എല്ലാവരും ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ്, നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒറിജിനൽ വേണമെന്ന് ചോദിക്കാറുണ്ട്. +2ൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഗുലർ ആയിട്ട് ഡിഗ്രി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ PG ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇത് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടി നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്ത കോപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 100 KB കൂടാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത സിഗ്നേച്ചർ, വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്തിട്ട് അതും ഇതേപോലെ 100 KB കൂടാൻ പാടില്ല. അത് താഴ്ന്നിട്ട് വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ആണ്. അഥവാ നിങ്ങൾ എടുക്കുന്ന കോഴ്സിന്, ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ അവർ ചോദിക്കുന്നത് +2 ആണ്. +2 അതിന് തത്തുല്യ യോഗ്യത ഉള്ള കോഴ്സുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാനഡ് ആയിട്ടുള്ള കോപ്പിയോ അതിന് ആവശ്യമുള്ളത്, ഒറിജിനൽ അല്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ അപ്ലോഡ് ചെയ്യണം. അതിനും ഇത്ര KB പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനിയിപ്പം PGക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രി മാർക്ക് ലിസ്റ്റിൻ്റെ ഒക്കെ കോപ്പിയും കൂടി നിങ്ങൾ അതിൽ സ്കാൻ ചെയ്ത് എൻറോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് ടീച്ചിങ്ങിലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു B.Edനൊക്കെ അഡ്മിഷൻ ക്ഷണിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾ ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗവൺമെന്റിലോ അതുമായിട്ട് ബന്ധപ്പെട്ടതിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം B.Ed ഇഗ്നോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. B.Edമായിട്ട് കുറേ പറയാനുണ്ട്, നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ SC/ST അതുപോലെ തന്നെ അങ്ങനെയുള്ള കാറ്റഗറി ബേസ്ഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഇമെയിൽ ID, പാസ്വേഡ്, പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. പിന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന കോഴ്സ് ഏതാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വേണം. അല്ലാത്ത പക്ഷമാണ് പലരും കമന്റിൽ വന്ന് ചോദിക്കുന്നത്, ഇന്ന കോഴ്സിന് പുസ്തകമില്ല, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് അതിൻ്റെ അടുത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ചെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. കാരണം
എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കോഴ്സിന്റെ കോഡുകളുണ്ട്, അതുപോലെ തന്നെ സബ്ജക്ട് കോഡുകളുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അതിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തണം ഏത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിന്റെ കോഡ് എന്താണ്, ഇതൊക്കെ രേഖപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലതും കൂടി ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.